അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ലോബി ഗ്രൂപ്പുകളുടെ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ പണമൊഴുക്കിനെയും കോർപ്പറേറ്റ് ലോബികളുടെ കടുത്ത പ്രതിരോധത്തെയും തകർത്തെറിഞ്ഞ് ആയിഷ വഹാബ് US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അഫ്ഗാൻ അമേരിക്കൻ വംശജ കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട് ഈ വിജയത്തിന്. ആരാണ് ആയിഷ വഹാബ്? ഈ തെരഞ്ഞെടുപ്പ് വിജയം ഇസ്രായേൽ ലോബിക്ക് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കാലിഫോർണിയയിലെ 14ാം കൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റിൽ നടന്ന സ്പെഷ്യൽ ഇലക്ഷനിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമനപക്ഷ നേതാവായ ആയിഷ വഹാബ് ഉജ്ജ്വല വിജയം നേടിയത്. മുൻ ജനപ്രതിനിധി ഐറിക് സോൽവെൽ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. തീർത്തും സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് ആയിഷ വഹാബ്. ചെറുപ്പത്തിൽ തന്നെ ഫോസ്റ്റർ കെയർ സിസ്റ്റത്തിലൂടെ വളർന്ന അവർ കഠിനാധ്വാനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. കാലിഫോർണിയ സ്റ്റേറ്റ് സെനറ്റിലെത്തുന്ന ആദ്യ മുസ്ലിം വനിതയും ആദ്യ അഫ്ഗാൻ അമേരിക്കൻ വംശജയുമായിരുന്നു അവർ. ഇപ്പോൾ വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് അവരെത്തുമ്പോൾ അത് അമേരിക്കയിലെ ഓരോ സാധാരണക്കാരൻ്റെയും പോരാട്ടത്തിൻ്റെ വിജയമായി മാറുകയാണ്. വിജയത്തിന് ശേഷം വളരെ വൈകാരികവും ശക്തവുമായ പ്രതികരണമാണ് ആയിഷ വഹാബ് നടത്തിയത്. താൻ വളർന്നു വന്ന മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ഉറച്ചു നിൽക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഈ വിജയം അമേരിക്കൻ സ്വപ്നത്തിന്റെ യഥാർത്ഥ തെളിവാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ പണമൊഴുക്കിയ സൂപ്പർ പാക്കുകൾക്കുള്ള മറുപടിയായി ജനങ്ങളുടെ വിധിയെ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ലെന്ന് ഈ ഫലം തെളിയിച്ചതായി അവർ വ്യക്തമാക്കി. വിദേശ നയങ്ങളിലെ തിന്മകളെ വിമർശിക്കാനും സമാധാനത്തിനു വേണ്ടി സംസാരിക്കാനും ഒരു ജനപ്രതിനിധിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിജയം അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഇസ്രായേൽ അനുകൂല ലോബിയായ ഐപാക് ഉൾപ്പെടെയുള്ള വലിയ സൂപ്പർ പാക്കുകൾ ആയിഷ വഹാബിനെ തോൽപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഒഴുക്കിയത്. വിദ്വേഷ പ്രചരണങ്ങളും വ്യാജ പരസ്യങ്ങളും അഴിച്ചുവിട്ട് അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ മെലിസ ഹെർണാണ്ടസിനായി കടുത്ത പ്രചാരണം നടത്തി. എന്നാൽ ജനങ്ങളുടെ പിന്തുണയും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും കൊണ്ട് കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന്റെ പണമൊഴുക്കലിനെ ആയിഷ മറികടന്നു. 53% വോട്ടുകൾ നേടിയാണ് അവർ വിജയം ഉറപ്പിച്ചത്. വിദേശ ഫണ്ടുകൾക്കും ബാഹ്യ സ്വാധീനങ്ങൾക്കും പണം കൊണ്ടും ജനവിധി വിലക്കുവാങ്ങാൻ കഴിയില്ലെന്ന വലിയ മുന്നറിയിപ്പാണ് ഈ ഫലം അമേരിക്കൻ രാഷ്ട്രീയത്തിന് നൽകുന്നത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അമേരിക്കയിൽ പുരോഗമന ഡെമോക്രാറ്റുകൾക്കിടയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വിജയം. മിഷിഗണിലെ US സെനറ്റ് പ്രൈമറിയിൽ ഡെമോക്രാറ്റിക് നാമനിർദ്ദേശം നേടിയ അബ്ദുൽ അൽ സയ്യിദിന്റെ ചരിത്ര വിജയവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെയും കോടിക്കണക്കിന് ഡോളറിന്റെ വിരുദ്ധ പ്രചാരണങ്ങളെ തകർത്താണ് അബ്ദുൽ അൽ സയ്യിദ് മുന്നേറിയത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കോർപ്പറേറ്റ് പണത്തേക്കാൾ ജനങ്ങളുടെ ശബ്ദത്തിനും മാറ്റങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് ഈ തുടർച്ചയായ വിജയങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോട് റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി കൂടുതൽ തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ആയിഷ വഹാബിന്റെ വിജയമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി വക്താക്കൾ ആരോപിക്കുന്നു. കാലിഫോർണിയ പോലുള്ള കോട്ടകളിൽ പുരോഗമന പക്ഷ നേതാക്കൾ ജയിച്ചു കയറുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര വോട്ടർമാരുടെ നിലപാടിനെ സ്വാധീനിക്കുമെന്നും അവർ ആശങ്കപ്പെടുന്നു.